നമസ്കാരം സ്നേഹതുമ്പികളെ, ഞാനിപ്പോൾ സിദ്ധാർത്ഥൻ്റെ വീട്ടിലാണ്. പൂക്കോട് വെറ്ററിനറി കോളേജിൽ അകാലത്തിൽ നമുക്കാർക്കും ചിന്തിക്കാൻ കഴിയാത്ത തരത്തിലുള്ള അതിക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങി ഈ ഭൂമിയിൽ നിന്ന് വിട പറയേണ്ടി വന്ന നമ്മുടെ സിദ്ധാർത്ഥനെ നമുക്കാർക്കും, മനസാക്ഷിയുള്ള ഒരു മലയാളിക്കും മറക്കാൻ കഴിയില്ല. നമ്മൾ മറന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെല്ലാവരും ഒരുപാട് പ്രാവശ്യം എനിക്ക് മെസ്സേജ് അയച്ചും മെയിലിലൂടെയും കമൻറ്റിലൂടെയും എന്നോട് അഭ്യർത്ഥിച്ചു, സിദ്ധാർത്ഥൻ്റെ വീട്ടിൽ ഒരിക്കൽ പോകണം, കേസ് ഇതുവരെയൊക്കെ ആയി എന്ന് മാതാപിതാക്കളോട് അന്വേഷിക്കണം, അത് പറയണം. അതിനുവേണ്ടി മാത്രമാണ് സിദ്ധാർത്ഥൻ്റെ മാതാവിനെ ഞാൻ കാണാൻ വന്നത്. പിതാവ് സ്ഥലത്തില്ല. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് പേർ ആവർത്തിച്ച് ചോദിക്കുകയാണ്, കേസ് എന്തൊക്കെയായി? ഇപ്പോൾ സിബിയുടെ കയ്യിലാണെന്നുള്ള ഇതിലാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊന്നും ഞങ്ങൾക്കറിയില്ല. അത് പ്രോപ്പറായിട്ട് പോകുന്നു മാത്രമേ അറിയാവൂ. പിന്നെ ഇപ്പോൾ ഡീൻ അസിസ്റ്റൻ്റ് വാർഡനും തിരികെ എടുത്തു. അപ്പോൾ ഡീൻ എന്ന തസ്തികയിലല്ല എങ്കിൽ പോലും അവർ തിരികെ കയറിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ എന്ന് ലേറ്റസ്റ്റ് ആയിട്ട് പറയാൻ, ഇത്രയേ ഉള്ളൂ എന്ന് ജനങ്ങൾ വിശ്വസിക്കണം. എന്ത് വന്നിരുന്നാലും 1-2 വർഷം, ഇതിപ്പോൾ നമ്മുടെ ഈ ഇതുകൊണ്ട് മാത്രം ഇത്രയും നീണ്ടു അവർക്ക് തിരികെ കയറാൻ വേണ്ടി. അല്ലെങ്കിൽ ഒരു 5-6 മാസം കഴിയുമ്പോൾ തിരികെ കയറും. അവർ സാധാരണ രീതിയിൽ ജോലി ചെയ്യും. എന്തെല്ലാം ആനുകൂല്യങ്ങൾ വാങ്ങാനുണ്ടോ അതെല്ലാം വാങ്ങുകയും ചെയ്യും. അല്ല, ഇതിൽ ഇത്രയും ക്രൂരത ചെയ്ത വിദ്യാർത്ഥികൾ പ്രതിപട്ടിക തയ്യാറാക്കിയ സമയത്ത് എത്ര പേരായിരുന്നു? ഇപ്പൊ നിലവിൽ എത്ര പേരാണ്? അവരുടെ ഇപ്പോഴത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അവരിപ്പോൾ 18 പേര്. അവരിനിപ്പോൾ 1 വർഷം കൂടെ ആകുമ്പോൾ അവർക്കും തിരികെ കയറാം, അല്ലെങ്കിൽ ഏതെങ്കിലും കോഴ്സിന് ചേരാം. ഇതല്ലെങ്കിൽ 3 വർഷം കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ കയറാൻ പറ്റുമെന്ന് അറിയില്ല. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പഠിക്കാൻ കയറാം. 3 വർഷത്തെ കഴിഞ്ഞു. 1 വർഷം കൂടെ ആകുമ്പോൾ 3 വർഷം 2 വർഷം ആകാൻ പോകുന്നു. 2 വർഷം ഫെബ്രുവരി ആകുമ്പോൾ 2 വർഷം. വെറും 21 വയസ്സ് മാത്രമേ ആ സമയത്തുള്ളായിരുന്നു. 20 വയസ്സ്. ഈ കഴിഞ്ഞ 2-ാം തീയതി, ഡിസംബർ 2-ാം തീയതി 22-ാം പിറന്നാളായിരുന്നു സിദ്ധാർത്ഥൻ്റെ. അപ്പോൾ ഇതിൽ ഉൾപ്പെട്ട ആളുകൾ ഇതേ പ്രായത്തിൽ ഇത്രയും ക്രൂരമായിട്ടുള്ള പീഡനം ചെയ്തു കൂട്ടിയ ആ വിദ്യാർത്ഥികളുമൊക്കെ ജീവിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ കുറേ പേരെങ്കിലും വിചാരിക്കും, എന്തിനാണ് അവരെ ചോദിച്ച് ബുദ്ധിമുട്ടിക്കാനാണോ ചെല്ലുന്നത്, എന്തിന് ബുദ്ധിമുട്ടിക്കുന്ന വിഷമിപ്പിക്കുന്നതെന്ന്. ഞാൻ ആ ഒരു ചോദ്യം ഈ സിദ്ധാർത്ഥൻ്റെ അമ്മയെ, ഈ ഇരിക്കുന്ന അമ്മയെ വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ സങ്കടപ്പെടുത്തിയോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ ഒരു പ്രസക്തമായിട്ടുള്ള മറുപടിയുണ്ട്. നിങ്ങൾ ചോദിച്ചിട്ട് വേണ്ട, സത്യമല്ലേ? നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ചോദിക്കുമ്പോഴാണ് അവരത് ഓർക്കുന്നത്. അവർ ഓരോ നിമിഷവും അവർ ഈ ഒരു വിഷമത്തിൽ തന്നെ, ഈ ഒരു ഓർമ്മയിൽ തന്നെയാണ് കഴിയുന്നത്. ഇപ്പം ഞാൻ സംസാരിച്ചപ്പോൾ പറയുകയാണ്, സിദ്ധാർത്ഥൻ്റെ റൂമിനെ കുറിച്ച് ഞാൻ ചോദിച്ചപ്പോൾ അമ്മ പറയുകയാണ്, അങ്ങനെ അവന് വേണ്ടി മാത്രം ഒരു റൂമില്ല. അപ്പോൾ ഇവരുടെയൊക്കെ തമ്മിലുള്ള ബന്ധം, അവർ കൂട്ടുകാരെ പോലെ അല്ലേ? അമ്മയുടെ കണ്ണുനീര് കണ്ടാൽ അവരെല്ലാവരും എന്നെ വഴക്ക് പറയും, കരയേ ചെയ്യരുത്. കാരണം അമ്മയും അച്ഛനും ഒക്കെ അത്രയും സ്ട്രോങ് ആയിട്ട് ആ സമയത്ത് നിന്നതുകൊണ്ടാണ്, പിന്നെ മീഡിയയുടെ പിന്തുണയും മനസാക്ഷിയുള്ള നമ്മുടെ ഓരോരുത്തരുടെയും പിന്തുണ കൊണ്ടാണ് ഈ കേസ് ഇതുവരെയെങ്കിലും എത്തിയത്, CBIയുടെ കയ്യിലേക്ക് പോയതെങ്കിലും. അതിൻ്റെ ഒരു നന്ദിയും കടപ്പാടും ഒക്കെ അമ്മ അറിയിച്ചു. തീർച്ചയായിട്ടും അങ്ങനെയല്ലേ? അതെ, നമ്മുടെ ഒന്നുമില്ല എന്നുള്ള രീതിയിലിരുന്ന സമയത്താണ് ഞങ്ങൾ ഓരോ ചാനലുകാരായിരുന്നാലും ഓരോ ഇതുപോലെ സോഷ്യൽ മീഡിയാസ് ആയിരുന്നാലും വന്നിട്ട് വെറും ഒരു ആത്മഹത്യ എന്നുള്ള അതിലറിഞ്ഞു വന്നതാണ് ഞങ്ങൾ അന്ന്. അല്ലെങ്കിൽ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, എന്നാലും പറയുന്നത് വെറും ഒരു ആത്മഹത്യ എന്നുള്ളത് ഇതുവരെ എത്തിയത് എല്ലാവരുടെയും സപ്പോർട്ട് തന്നെയാണ്. പ്രത്യേകിച്ച് മീഡിയാസും സോഷ്യൽ മീഡിയാസും എല്ലാം. അല്ലെങ്കിൽ അന്ന് അവിടെ തീരേണ്ടതാണ്. എന്തോ ആരും അറിയാതെ പോകുന്ന ഒരു ആത്മഹത്യയൊന്നും ഉണ്ടാക്കി തീർക്കുമായിരുന്നു അവർ. ഇതിപ്പം ദൈവം അവൻ്റെ കൂടെ അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ നിന്നുകൊണ്ടുകൊണ്ട് മാത്രം ഇത് അറിഞ്ഞത്. അല്ലെങ്കിൽ ഇതൊന്നും ആരും അറിയാൻ പോകുന്നില്ല. ആരോ കോളേജിൽ നിന്ന് ഒരാൾ അവിടെ ചെന്നിട്ട് പോലും ഒന്നും ആരും അറിയിക്കാത്ത രീതിയിലും അവിടെ കാര്യങ്ങളെല്ലാം ചെയ്തു വച്ചിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ദൈവത്തെ പോലെയാണ് ഒരു സാർ വന്നിട്ട്, നിങ്ങൾ എന്തായിരുന്നാലും ഇതൊന്ന് അന്വേഷിക്കണം, എന്നെ വിളിക്കരുത്, രാത്രി എന്നെ വിളിക്കാവൂ എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ ഇവരുടെ വണ്ടിക്കകത്ത് എറിഞ്ഞു കൊടുത്തിട്ട് അദ്ദേഹം പോവുകയാണ് ചെയ്തത്. അപ്പോൾ സിദ്ധാർത്ഥൻ അവിടെ ഹോസ്റ്റലായിരിക്കുന്ന സമയത്ത് അമ്മ വിളിക്കുമ്പോഴൊക്കെ സന്തോഷത്തോടെയാണോ സംസാരിച്ചു? അല്ല, 3 ദിവസം എൻ്റെ അടുത്ത് സംസാരിക്കുന്നത് അവനാണെങ്കിലും ഫോൺ അവൻ്റെ കയ്യിലല്ലല്ലോ. അതിപ്പോൾ നമ്മൾ പിന്നെയല്ലേ അറിയാം. അപ്പം ഞാൻ എന്നിട്ട് അവനോട് ചോദിച്ചു, ലാസ്റ്റ് ഈ ഞായറാഴ്ച എന്ന് മുന്നേ ഒരു മൂഡ് ഔട്ട് എന്ന് ചോദിച്ചു. അമ്മ ഒന്നും പേടിച്ചിട്ട് പറയുമ്പോൾ അമ്മ ഒന്നുമില്ല ഇല്ല ഞാൻ വിളിക്കാം അമ്മ എന്ന് ഇത്രയും അതാ ലാസ്റ്റ്
പിന്നെ മനസ്സിലായി ഈ 3 ദിവസം ഈ ഫോണ് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഫോണിൻ്റെ കൂടെ ആരൊക്കെയോ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്നുകിൽ കൊടുക്കുന്നുണ്ടായിരിക്കും, അപ്പോൾ സംസാരിക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർ എടുത്തിട്ട് ചെവിയിൽ വെച്ച് കൊടുത്തിട്ട് സംസാരിപ്പിക്കുന്നതായിരിക്കും. അത് അവൻ വേറെ ഒരു കാര്യങ്ങളും ചോദിക്കുകയൊന്നും ചെയ്തില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എന്തൊരു മൂഡ് ഔട്ടെന്ന് ചോദിച്ചാൽ, ഇല്ല ഒന്നുമില്ല, ഞാൻ വിളിക്കാം. അവനാണോ സംസാരിച്ചതെന്ന് പോലും അത് സംശയം. എന്ന് പറഞ്ഞാൽ അവന് പല്ലിൽ കമ്പി ഇട്ടിട്ടുണ്ട്. ഇത്രയും മുറിവുകളുള്ളവൻ മൊത്തം മുറിയും. അപ്പം എങ്ങനെ സംസാരിച്ചു എന്നുള്ളത് വരെ എനിക്കിപ്പോൾ സംശയമാണ്. മോൻ ഇളയവന് ചേട്ടനെന്നല്ല പേര് പറഞ്ഞ സിദ്ധുന്നാ വിളിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരനെ പോലെ 5 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. എന്നാലും അവർ തമ്മിൽ സിദ്ധുവിന് ഇവനെ പേടിയല്ല, ഇവൻ പറയുമ്പോൾ എല്ലാം കേൾക്കും അവൻ. ഇവ അങ്ങനെ എന്ത് പറഞ്ഞിരുന്നാലും അതുപോലെ കേൾക്കും. ഇപ്പോൾ സിദ്ധാർത്ഥൻ്റെ അനിയൻ ഇപ്പോൾ +2 ആയിട്ടേ ഉള്ളൂ. ഇപ്പോൾ 17 വയസ്സാകുന്നതേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് കുട്ടിയാണ്. 2 വർഷത്തിന് മുമ്പ് ആ സമയത്ത് 10th എക്സാമിന് അത് തന്നെ ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ എങ്ങനെ കുഞ്ഞിൻ്റെ മാനസികമായിട്ട് അതൊക്കെ അല്ലേ ബാധിച്ചിട്ടില്ലേ? എക്സാം എഴുതുന്നില്ലെന്ന് പറഞ്ഞു. പിന്നെ ടീച്ചേഴ്സ് പറഞ്ഞു 1 വർഷം പിന്നെ പോയില്ല. ഇവരോടൊക്കെ ഒന്ന് സംസാരിച്ചാൽ നമ്മൾ അനുഭവിക്കേണ്ട ബുദ്ധിമുട്ട് ഇത് തന്നെയാണ്. നമുക്ക് ഊഹിക്കാം. അവരുടെ ജീവിതത്തിലേക്ക് നിറങ്ങൾ നഷ്ടപ്പെട്ട ഒരവസ്ഥയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഷാരോണിൻ്റെ വീട്ടിൽ ചെന്നപ്പോഴാണേലും മൂത്ത സഹോദരൻ്റെ വിവാഹമാണ്. പക്ഷേ അവിടെ ആ വീട്ടിലൊരാഘോഷമില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ഇളയൊരു ആൺകുട്ടിയുണ്ട്. അത് മുകളിലത്തെ റൂമിലിരിപ്പുണ്ട്, പുറത്തൊന്നും അങ്ങനെ ഇറങ്ങുന്നില്ല നമുക്ക്. പക്ഷേ ഇവരൊക്കെ ഈ മഹാഭാവങ്ങളൊക്കെ എങ്ങനെ തീർക്കും എന്നാണ്. ഇപ്പോൾ അതാ ഇലക്ഷൻ പ്രമാണിച്ച് വലിയ പ്രചാരണവും കൊട്ടിഘോഷങ്ങളൊക്കെ നടക്കുകയാണ്. അവർ അതിനിടയ്ക്ക് ഇവരുടെയൊക്കെ കണ്ണുനീര് അവർ കാണുന്നുണ്ട്. ഈ കണ്ണുനീരിനൊക്കെ എങ്ങനെ അവർ മറുപടി പറയുന്ന? ആകെ നമുക്കൊക്കെ ചെയ്യാൻ കഴിയുന്നത് പരമാവധി ഇങ്ങനെ ഇരകളാവുന്നവരുണ്ടല്ലോ, നിരപരാധികളാണ്. ആഗ്രഹിച്ചൊരു കോഴ്സ് പഠിക്കാൻ പോയിട്ട് ഒരു ജോലിക്ക് മറ്റുള്ള ആൺകുട്ടികളെ പോലുള്ള യാതൊരു സ്വഭാവ ഇതൊന്നും ഇല്ലാത്ത ഒരു പയ്യൻ എങ്ങനെ സഹിക്കാനാണ് വീട്ടുകാർ? നമുക്ക് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ സർക്കാർ തലത്തിൽ അവർ ഒരു നീതിയും കാണിച്ചിട്ടില്ല. അവരുടെയൊക്കെ ഇഷ്ടക്കാരെ അവർ സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നത്. നമ്മളെല്ലാവരും ഇവരുടെയൊക്കെ കൂടെ ഉണ്ടാവണം. ഈ അമ്മ എൻ്റെ അടുത്ത് ക്യാമറയുടെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ പോലും തയ്യാറായത് ഒറ്റ കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഞങ്ങളുടെ കൂടെ ആ സമയത്ത് നിന്നത് ഈ നല്ല മനുഷ്യരും മാധ്യമങ്ങളുമാണ്. അതുകൊണ്ടാണ് സംസാരിക്കാനിരുന്നത്. അമ്മയ്ക്ക് എന്താണ് ഇനി പറയാൻ എന്തെങ്കിലും ഉണ്ടോ? എൻ്റെ ആഗ്രഹം, എൻ്റെ കുഞ്ഞ് പഠിക്കാൻ പറ്റാത്ത അവിടെ ഇനി അവൻ്റെ ശരീരത്തിൽ തൊട്ടവർ അവിടെ പഠിക്കരുത്. അതിനു വേണ്ടി ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യരുത്. അങ്ങനെ ഒരാഗ്രഹം. അവൻ അത്രയും ആഗ്രഹിച്ചു പോയതാണ്. അവൻ ഇഷ്ടപ്പെട്ട് ചേർന്ന കോഴ്സായിരുന്നല്ലേ എന്ന് പറഞ്ഞാൽ അത് അവൻ്റെ അതിലെന്ത് ചെയ്യണതോ അതിന് എൻ്റെ അടുത്ത് വിളിച്ച് പറയുമ്പോൾ അത്രയും ഞാൻ ഇത്രയും ദൂരെയാണെങ്കിലും ഞാൻ ചിലവർ ചോദിക്കും, ഇത്രയും ദൂരെയല്ലേ മോൻ പെട്ടെന്ന് മാറി നിന്ന് എന്താ തോന്നുന്നു? ഞാൻ പറഞ്ഞു, നമുക്ക് മാറി നിൽക്കുന്നതിന് വിഷമം, അവൻ അതിൽ സന്തോഷം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതാ നമ്മുടെ സന്തോഷം. അവൻ എത്ര ദൂരെ ആയിരുന്നാലും അവിടെ അവന് സന്തോഷമായിട്ട് ഇരുന്നാൽ മതി. അവൻ ഇപ്പോൾ അവിടെ സന്തോഷം എന്ന് വെച്ചാൽ അവൻ കിട്ടിയ കോഴ്സ് അവൻ അവിടെ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. അവൻ ആ കിട്ടിയ കോഴ്സും അത് പഠിക്കാനും അവനിഷ്ടം. പിന്നെ നമുക്ക് എന്തോ വിഷമം ഒന്നുമില്ല. ഇവിടുന്ന് പോയപ്പോൾ 80 കിലോ ഉണ്ടായിരുന്നു. ലാസ്റ്റ് 60 കിലോ, 63 കിലോ വരെ. ഇവിടെ 2 ആഴ്ച നിന്നിട്ട് പോകുമ്പോൾ വീണ്ടും വെയിറ്റ് കൂടും. അപ്പോൾ ഞാൻ ഇപ്പോൾ ആലോചിക്കണം, അപ്പോഴൊക്കെ അവന് ഫുഡിന് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നായിരിക്കും. എന്തോ ഫുഡ് കിട്ടുന്നില്ല സമയത്തിന്. അവരാ സമയം വിളിച്ച് റൂമിലൊക്കെ പിടിച്ചിരുത്തിയിരിക്കും. എനിക്കറിയാം എന്താണോ എങ്ങനെയാണ് എനിക്ക് അവന് ഫുഡ് കഴിക്കുന്ന ഭയങ്കര രസമാണ്. ആസ്വദിച്ച് കുറേ സമയം ഇരുന്ന് നല്ലപോലെ ഫുഡ് കഴിക്കും. അവന് ഇഷ്ടപ്പെട്ട ആഹാരം ഏതായിരുന്നാലും
അങ്ങനെ മാറ്റി വയ്ക്കുകയൊന്നുമില്ല. പെട്ടെന്ന് ഒരു ആക്സിഡൻറ്റ് അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് കുറേ ദിവസം പോകും. പിന്നെ നമുക്ക് ഇനി ജീവിക്കണം, അതിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി ജീവിക്കുന്നു എന്ന് പറയില്ലേ, അതായിപ്പോ. അല്ല, അവന് സംഭവിച്ചത് ഒരു പിള്ളേർക്കും സംഭവിച്ചും കൂടാ. അവൻ്റെ ആത്മാവിനെങ്കിലും നമുക്ക് നീതി വാങ്ങിച്ചു കൊടുക്കണം. അവനെന്താ സംഭവിച്ചത്, അതിന് ഉത്തരവാദികളായവർ ഇപ്പോഴും സന്തോഷിച്ച് നടക്കുമ്പോൾ വലിയ അനീതിയാണ് ആ ഒരു ജീവനോട് കാണിക്കുന്നത്. അപ്പം ഒരു പരമോന്നത നീതിപീഠത്തിലെങ്കിലും ആ ജീവനൊരു നീതി കിട്ടണം. എനിക്ക് തോന്നുന്നു ഇത്രയും കേട്ടിടത്തോളം മനസ്സിലെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒന്നും വീട്ടിലാരെയും അറിയിക്കാതിരിക്കാനാണ് ശ്രമിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, അല്ലേ? അറിയില്ല, എനിക്കറിയില്ല ഇനി ലാസ്റ്റ് ആയിരുന്നോ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നത്, അതിന് മുൻപേ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ എന്നും എനിക്കതൊന്നും അറിയില്ല. പക്ഷെ പിന്നീട് ആ വാർത്തകൾ വരുന്നത് 8 മാസം കൊണ്ട് അവിടെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന്. റാഗിങ് ഉണ്ടെന്ന് എൻ്റെ അടുത്ത് പറയും അമ്മ. പിന്നെ അതെല്ലാവർക്കും ഉള്ളതാണ്, എവിടെ പോയിരുന്നാലും ഇതൊക്കെ ഉണ്ട്, അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി അവന് അറിയാം. ശരിക്കും ശരി, പല രീതിയിലുള്ള കുട്ടികളും ഉണ്ടമ്മ അവിടെ. നമ്മൾ നമ്മുടെ കാര്യം നോക്കിയാൽ ഒരു അവസ്ഥയിലോട്ട് പോകുന്ന അപ്പോഴും അത് ചിന്തിച്ചിട്ടില്ല. അവന് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം, പിന്നെ PG എടുക്കണം, അല്ലെങ്കിൽ തന്നെ ഫോട്ടോഗ്രാഫർ ആവണം, വൈൽഡ് ഫോട്ടോഗ്രാഫർ ആവണം. അപ്പം അതിന് വേണ്ടി ക്യാമറ അതൊക്കെ ഞാൻ പറഞ്ഞു വാങ്ങാം, നമുക്ക് ക്യാമറയൊക്കെ വാങ്ങാം. പുതിയത് വാങ്ങണ്ട, നമുക്ക് സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ചാൽ പുതിയതിനൊക്കെ നല്ല കാശാവും, പിന്നീട് പുതിയത് വാങ്ങാം. ഇവന് പുതിയ സാധനങ്ങൾ എടുത്ത് ഉപയോഗിക്കാൻ ഭയങ്കര പേടിയാണ് എപ്പോഴും. ഞാൻ കുറേ ആഗ്രഹങ്ങളെന്ന് പറഞ്ഞാൽ അവന് ഓരോ പ്രാവശ്യം കുറേ ഡ്രസ്സ് ഇടുക അങ്ങനെയൊന്നുമല്ല. എന്ത് ഡ്രസ്സ് മറ്റേ ഇളയാളാണെങ്കിൽ ഡ്രസ്സ്, ഷൂ, അങ്ങനത്തെയൊക്കെ ഒരു ക്രേസ്. അവനങ്ങനെയല്ല. കുറേ യാത്ര ചെയ്യണം, കുറേ സ്ഥലം കാണണം, ഒറ്റയ്ക്ക് പോകണം. അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ ചോദിക്കും എങ്ങനെ ഒറ്റയ്ക്ക് പോകുന്നത്, നമ്മളൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു രസം. ഇല്ല, ഒറ്റയ്ക്ക് പോയാലേ ആസ്വദിക്കാൻ പറ്റുമോ, നമുക്ക് കൂടെ വരണവരെ കെയർ ചെയ്യണമെന്നുള്ളൊരു ടെൻഷൻ വന്നാൽ നമ്മൾ അതൊന്നും നോക്കാൻ പറ്റില്ല. അങ്ങനെ തൃശ്ശൂർ പൂരം കാണാൻ പോയിട്ട് അവിടെ നിന്നുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അമ്മ കാണണോ അമ്മ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു പ്രാവശ്യം വരണം. അമ്മയെ പറ്റും, അമ്മ കൊണ്ടുവരാൻ പറ്റില്ല, അമ്മയെ ഞാൻ കൊണ്ടുവരില്ല, അത്രയും ദൂരെ നിൽക്കണം എങ്കിലേ അമ്മയെ കാണാൻ പറ്റുള്ളൂ, എനിക്ക് അടുത്ത് പോയി കാണും. അങ്ങനെ ആനയുടെയൊക്കെ തൊട്ടടുത്ത് നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്ത് എനിക്കിട്ടെന്ന്. ഈ വയസ്സായവർക്ക് ഭയങ്കര ഇഷ്ടം. എപ്പോൾ ഇങ്ങനെ ഫോൺ വെച്ചുകൊണ്ടൊന്നിരിക്കില്ല. ഫോൺ വെച്ച് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും വരികയാണെങ്കിൽ അവരെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് എന്താ ബന്ധമെന്ന് ചോദിച്ചിട്ട് അതിങ്ങനെ പിന്നീട് പറയാം നമുക്ക് അവിടെ ഒന്ന് പോകണം കേട്ടോ, ആ ആൻറ്റി ഉണ്ട്, ആ അമ്മ ഉണ്ട്, എല്ലാവരുമായിട്ട് ഒരു റിലേഷൻ ഇങ്ങനെ കീപ്പ് ചെയ്യാൻ ശ്രമിക്കും. അമ്മ വാതോരാതെ സംസാരിക്കുന്നത് അവൻ്റെ ഓർമ്മകളിലേക്ക് പോകുമ്പം അവൻ്റെ ആഗ്രഹങ്ങളിലേക്ക് ചെന്നെത്തുകയാണ്. 20 വയസ്സിനോടകം അവൻ ആഗ്രഹിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ. ഒറ്റയ്ക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ പോകണം. ബുദ്ധിമുട്ടാണ്, നമുക്കത് കേൾക്കാനേ ബുദ്ധിമുട്ട്. പിന്നെ അവിടെ സാധനങ്ങളൊക്കെ ഹോസ്റ്റലിൽ നിന്ന് എടുക്കാൻ ചെന്നപ്പോഴേ ഒന്നും അങ്ങനെ കിട്ടിയില്ല. പല സാധനങ്ങളും അവന് കൊണ്ടു നടന്ന സാധനങ്ങളാ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന കണ്ണട, അതായത് കണ്ണിൽ വെച്ചിരുന്നതല്ലേ അത്, പേഴ്സ്, ബെൽറ്റ്, അതൊക്കെ നമുക്ക് കിട്ടിയിട്ടില്ല. അതിനെക്കുറിച്ച് പോലീസുകാരൊന്നും പറഞ്ഞില്ലേ? കോളേജിലില്ല എന്ന് മാത്രം. അങ്ങനെ ഒരു റിപ്പോർട്ട് തന്നു, കോളേജിൽ നിന്ന് ആരോ നശിപ്പിച്ചു. എന്തെങ്കിലും പേഴ്സിനകത്ത് എന്തെങ്കിലും കാണുമായിരിക്കണം. പിന്നെ കണ്ണട ഇത്രയും ഉപദ്രവിച്ചപ്പോൾ കണ്ണട അങ്ങനെ തന്നെ ആയിരിക്കണമെന്നില്ലല്ലോ. ഫോണ് SEBയുടെ കയ്യിലാണെന്ന് പറഞ്ഞു. വാച്ച് അതൊരു ഫ്രണ്ട് ഗിഫ്റ്റ് കൊടുത്തതാണ് +2 വെച്ച്. അപ്പം ഞാൻ വാച്ച് മാറ്റുന്ന കാര്യം ചോദിച്ചാൽ പറഞ്ഞു മാമ എനിക്ക് തന്നെയാണ്, അതെൻ്റെ കൈ കിടക്കട്ടെ. അതൊന്നും കിട്ടിയിട്ടില്ല.
അയ്യോ മഹാകഷ്ണമാണ്. ഇത് സംസാരിച്ച് അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ടാസ്ക്കാണ്. അത് പാവം 24 മണിക്കൂർ അതിൻ്റെ മുഖത്ത് നിന്ന് എടുക്കാൻ തരുന്ന കണ്ണട, പല്ലിൽ കമ്പിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് അമ്മ സൂചിപ്പിച്ചു. മുഖത്തൊക്കെ ഒരുപാട് അടി കിട്ടിയിട്ടുണ്ട്. ആ സമയത്ത് ആ വേദനയോടുകൂടി അതിന് സംസാരിക്കാൻ കഴിഞ്ഞോ, അതോ 3 ദിവസങ്ങൾക്ക് മുമ്പ് അവസാനമായിട്ട് അമ്മ സംസാരിച്ചത് വേറെ ആരോടെങ്കിലും ആണോ എന്നുപോലും അറിയില്ല. എന്തൊരവസ്ഥയല്ലേ. നമ്മളൊക്കെ ജീവിക്കുന്നത് കൂടെ ഇവരും ജീവിക്കുകയാണ്. കുറച്ച് മുമ്പ് പറഞ്ഞു ജീവിക്കണമല്ലോ എന്നുള്ളത് കൊണ്ടങ്ങ് ജീവിക്കുകയാണ്. ആ സാധനങ്ങൾ പോലും അത് ഉപയോഗിച്ചത് കൃത്യമായിട്ട് അവരുടെ കയ്യിൽ എത്തിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം, കഴിവ് പോലും സർക്കാരിനോ പോലീസിനോ ഇല്ലാതെ പോയി. പോലീസ് റിപ്പോർട്ട് കൊടുത്തത് അതവിടെ കാണുന്നില്ല, എന്ത് നിസ്സാരം പോലെ. അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവർ സിദ്ധാർത്ഥനെ സ്നേഹിക്കുന്നത് പോലെ കയ്യിൽ വെച്ച് അവരെ സ്നേഹിക്കേണ്ട സാധനങ്ങളാണ്, അതുപോലും എത്തിച്ചു കൊടുത്തില്ല. കുറച്ച് തുണികൾ മാത്രമാണല്ലേ ഹോസ്റ്റലിൽ നിന്ന് കിട്ടിയെന്ന് പറയാം. അതും ഇങ്ങനെ ചാക്കിൽ ഡംപ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു, വേസ്റ്റിൽ വെച്ചിരിക്കും പോലെ. അതിൽ നിന്ന് എടുത്ത് കുടഞ്ഞ് പിറക്കി എടുത്ത് മോൻ്റെതാണോന്ന് അവിടുന്ന് വീഡിയോ കോൾ ചെയ്ത് എന്നെ കാണിച്ച് ചോദിച്ച് തന്നതാണ്, അല്ലാതെ അവൻ്റെതൊന്നും പറഞ്ഞുകൊണ്ട് എടുത്തതല്ല. ഇതെല്ലാം ഓരോന്നും എടുത്തിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു. ബ്രദറും കസിൻസൊക്കെ പോയിരുന്നു. അപ്പോൾ ഇതാ നമ്മുടെ ആണോ, ഇത് നമ്മുടെ ആണോ, ഈ ഷൂ നമ്മുടെ ആണോ. ഞാൻ ലിസ്റ്റ് എനിക്കറിയാം അവൻ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്. അതെല്ലാ സാധനങ്ങളും അതിന് കൂടുതലായിട്ടൊന്നും വാങ്ങിച്ചിട്ടില്ല. വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതും എനിക്കറിയാം. അപ്പോൾ അവിടുത്തെ ഡീൻ്റെ സ്ഥാനമുള്ള ടീച്ചർ ചോദിച്ചതാണ്, മായ എന്ന് പറഞ്ഞിട്ട്. ടീച്ചർ ഇത്രയും കരുതലാണോ എന്ന് ഒരു അമ്മയ്ക്ക്. ഞാൻ സോക്സിൻ്റെ എണ്ണം വരെ, ഷീറ്റ്, സോക്സ്, ഒരു സൂചിയും നൂലും വരെ കൊടുത്ത് വെച്ചിട്ടുണ്ട്. അതുവരെ ബാഗിനകത്തുണ്ടായിരുന്നു. ക്ലിപ്പുകൾ, സൂചി നൂലും, പിൻ, ടാബ്ലറ്റ്, അതെല്ലാം എല്ലാ സാധനങ്ങളും. പിന്നെ എനിക്കറിയാം അവൻ്റെ കയ്യിൽ എന്തെന്നൊക്കെ ഉണ്ട് എന്ന്. ഞാൻ ഇല്ലാത്ത സാധനങ്ങൾ ഞങ്ങൾ ലിസ്റ്റ് രണ്ടാമത് കൊടുത്തപ്പോൾ അവർ ആ ലിസ്റ്റിലുള്ള സാധനത്തിൻ്റെ കളറ് അതെന്താണെന്നുള്ളത് നോക്കിയിട്ട് അതിൻ്റെ വേറെ സാധനങ്ങൾ, അത് ഈ കളർ അങ്ങനെ ആയിരുന്നു. ഞങ്ങൾക്ക് സാധനത്തിനല്ലല്ലോ, ഞങ്ങൾക്ക് അവൻ്റെ സാധനത്തിനാണ് ഞങ്ങൾക്ക് ആവശ്യം. ഞങ്ങൾ പിന്നെ അതെല്ലാം തിരികെ കൊറിയർ ചെയ്ത് കൊടുത്തു. നമ്മൾ ഈ വാർത്തകളിൽ കാണുന്നതിനപ്പുറം നഷ്ടപ്പെട്ടവരുടെ വേദനയിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോഴാണ് നമ്മൾ മുങ്ങി താണുപോകും. അവരെത്ര നിലയില്ലാതെ അവിടെ നിൽക്കുന്നതെന്ന് പുറത്ത് നിൽക്കുന്ന നമുക്കതിനകത്തോട്ട് കയറുമ്പോഴേ അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. ഒന്നും ചോദിക്കാനും പറ്റുന്നില്ല. എന്ത് ചോദിക്കാനാ? ഇനി ഒറ്റ ആവശ്യമേ ഉള്ളൂ നമുക്കെല്ലാവർക്കും, ഒന്നേ ചെയ്യാനുള്ളൂ. ആ പാവത്തിന് നീതി കിട്ടണം. CBIയുടെ കയ്യിൽ ആ കേസ് ഭദ്രം എന്ന് നമുക്ക് കരുതാല്ലേ? അതെ, ഞങ്ങളത് വിശ്വസിക്കുന്നു. എൻ്റെ കുഞ്ഞിനെ ദേഹത്ത് തൊട്ടവരും അതിന് കാരണക്കാരായവരും നിയമത്തിന് മുന്നിൽ എത്തണം എന്നുള്ള പ്രാർത്ഥനയാണ്. അത് നടക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇത്രയും നടന്നെങ്കിൽ അത് നടക്കും. അതെ, ഒന്നുമില്ലാത്ത ഇതിൽ നിന്നാണ് ഞങ്ങൾ ഇതുവരെ എത്തിയത്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ എല്ലാവരും ഉണ്ടായിരുന്നു. എന്നാൽ സത്യത്തിൻ്റെ കൂടെ നിൽക്കണമല്ലോ, അത്രയും മാത്രമേ ഞങ്ങളുടെ കൂടെ നിൽക്കണം എന്നല്ല, സത്യത്തിൻ്റെ കൂടെ നിൽക്കണം. അവനൊരു സത്യം ആയിരുന്നു, അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ അറിയാൻ പറ്റിയത്. അല്ലെങ്കിൽ എന്തെങ്കിലും അറിയാൻ പറ്റുമോ? ആരെങ്കിലും എന്തെങ്കിലും. പിന്നെ ആ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ, അദ്ദേഹത്തിന് ഇപ്പം നമ്മളൊരു ദൈവത്തെ പോലെയാണ് കാണുന്നത്. അവിടെ നിന്ന് ഒന്നും കിട്ടിയില്ലെങ്കിൽ ലോകം അറിയോ എൻ്റെ കുഞ്ഞിന് എന്ത് സംഭവിച്ചു എന്ന്? ആരും അറിയില്ല. പിന്നെ അവൻ എൻ്റെ കുഞ്ഞിനെ വളർത്തുമ്പോൾ ഞാൻ പറയുമായിരുന്നു, മക്കളെ നമ്മളെ കൊണ്ട് ആരും വിഷമിക്കരുത്, നമുക്ക് വിഷമം ഉണ്ടായിരുന്നാലും നമ്മളെ കൊണ്ട് ആരും കരയരുത്. അതുകൊണ്ട് നിങ്ങൾ വളർന്നു വരും അമ്മയുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ അതുപോലെ വയസ്സുള്ളവരെ വിഷമിപ്പിക്കാൻ ഒരു കാരണവശാലും ഉണ്ടാവരുത്, ഇടമുണ്ടാവരുത്. എൻ്റെ കുഞ്ഞ് അതിന് കാരണക്കാരനായില്ല. അതും അവരുടെയൊക്കെ അമ്മമാരിപ്പം അല്ലേ എത്രയായിരുന്നാലും ജയിലിൽ കിടന്നു എന്നുള്ളൊരു സങ്കടം, അതൊരു വല്ലാത്ത സങ്കടമല്ലേ. പിന്നെ നമ്മൾ നഷ്ടപ്പെടുന്നതിനേക്കാളും
വലിയ സങ്കടം ഉണ്ടായിരുന്നിട്ട് മുന്നിൽ ഇങ്ങനെ കിടന്ന് ജയില്. അപ്പോൾ സ്വന്തം മക്കളെ പറ്റി കരയേണ്ടി വരുന്നത് പോകുമ്പം കരയും, അത് സ്വാഭാവികമാണ്. എല്ലാവരും പോകേണ്ടതുണ്ട്. പക്ഷെ ഇതിൽ കൂടുതൽ നിങ്ങളോട് ക്യാമറയിൽ കൂടെ പറയാനൊന്നും ഒന്നുമില്ല. ഇതൊക്കെയാണ് അവസ്ഥ. ഉള്ളതുപോലെ നിങ്ങളുടെ മുന്നിൽ കാണിക്കുകയാണ് ചെയ്യുന്നത്. സത്യമേവ ജയതേ, അതേ കാര്യത്തിൽ പറയാനുള്ളൂ. സത്യം ജയിക്കണം, ജയിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഈ കുടുംബം മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും അത് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അതങ്ങനെ തന്നെ നടക്കട്ടെ. എല്ലാവരുടെയും പ്രാർത്ഥന. ഒരുപാട് ആളുകൾ സ്നേഹിക്കുന്നതും അവനെ ബന്ധുക്കളോ നിങ്ങളാരും മാത്രമല്ല ഓർമ്മിക്കുന്നത്. കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത ഒരുപാട് മനുഷ്യർ പ്രാർത്ഥിക്കുന്നുണ്ട്, അതിനുവേണ്ടി ഓർമ്മിക്കുന്നുണ്ട്. അതൊരു നിസ്സാര കാര്യമല്ല. ഉറപ്പായിട്ട് നീതി കിട്ടും. ഇളയ മകനുണ്ട്, മകന് വേണ്ടി ഇനിയും സ്ട്രോങ് ആയിട്ട് നിൽക്കണം. മതി. വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ അവിടെ ഇരുന്ന് സംസാരിക്കാൻ. അവിടെ നിന്ന് എങ്ങനെ സംസാരിച്ച് അവസാനിപ്പിക്കണം എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഈ ക്യാമറ ഓഫ് ചെയ്തതിന് ശേഷം, വീഡിയോ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു 3/4 മണിക്കൂറിൽ കൂടുതൽ സിദ്ധാർത്ഥൻ്റെ അമ്മേനോട് സംസാരിച്ചു. അവർ കണ്ണ് നിറഞ്ഞൊഴുകുന്നതിൻ്റെ കൂടെ ചിരിക്കുന്നുമുണ്ട്. അതൊരു പ്രത്യേക വികാരമായിട്ട് എനിക്ക് തോന്നി. കുഞ്ഞിലെ ഉള്ള കാര്യങ്ങൾ തൊട്ട് സിദ്ധാർത്ഥൻ്റെ കാര്യങ്ങൾ ഓരോന്നായിട്ട് ഓർത്തെടുക്കുകയാണ്. പിന്നെ ഇടയ്ക്ക് പറയും, സത്യം പറഞ്ഞാൽ എൻ്റെ തുണികൾ എവിടെയാണെന്ന് പോലും എനിക്കിപ്പോൾ ഓർമ്മയില്ല. എവിടെയെങ്കിലും പോകണമെങ്കിൽ എന്ത് ഇട്ടിട്ട് ഇറങ്ങണം എന്ന് അറിയില്ല. എങ്ങും പോകാറില്ല പരമാവധി. ഞാൻ ചോദിച്ചു, ക്ഷേത്രങ്ങളിലൊക്കെ പോലും അവിടെ പോലും പോകാറില്ല, സ്വന്തം വീട്ടിലും പോകാറില്ല. ആശുപത്രിയിൽ അത്യാവശ്യത്തിന് പോകും, തിരിച്ചു വരും. പിന്നെ സിദ്ധാർത്ഥൻ വരച്ച കുറേ ചിത്രങ്ങൾ ആ വീട്ടിലെ ചുവരുകളിലൊക്കെ ഉണ്ട്. ഞാൻ യഥാർത്ഥത്തിൽ ക്യാമറയൊക്കെ ഓഫ് ചെയ്ത് മതിയാക്കിയതാണ്. നമുക്ക് വയ്യ കേട്ടിരിക്കാൻ. പിന്നീട് എന്നെ ഓരോന്ന് കൊണ്ടു നടന്ന് കാണിച്ചു തന്നു. വരച്ച് പൂർത്തിയാക്കാത്ത ചിത്രങ്ങൾ. പിന്നെ സിദ്ധാർത്ഥൻ്റെ അനിയൻ, കൊച്ചു പയ്യനാണ്, അത് +2 പഠിക്കുകയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചേട്ടൻ വരച്ച് പൂർത്തിയാക്കാത്ത ആ ചിത്രം നീ പൂർത്തിയാക്കണം എന്ന്, ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ പോരാ സമയത്ത് എന്നെക്കൊണ്ട് കഴിയാവുന്ന വിധം ആ അമ്മയെ ഹാപ്പി ആക്കിയിട്ടുണ്ട്. നമ്മൾ വിചാരിക്കും നമ്മളവരെ വിഷമിപ്പിക്കുകയാണ്. പക്ഷെ എനിക്ക് ഒന്നുകൂടി ആലോചിച്ചപ്പോൾ തോന്നിയത്, അത് ആ ഒരു മഴ പെയ്ത് തോരുകയാണ്. അവരുടെ ഭാരം അത്രയും കൂടെ കുറയുകയാണ്. ഇവരൊന്നും ആരോടൊന്നും പറയാതെ, സങ്കടമൊന്നും പങ്കുവയ്ക്കാതെ ഇരുന്ന് ചിന്തിച്ചുരുകി തീരുകയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞ് നിർത്തുന്നില്ല. സംസാരിച്ച് കുറേ കരഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു പെയ്തു തോർന്ന ആകാശം പോലെ അമ്മയുടെ മുഖം. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ, അവർക്കൊക്കെ പിടിച്ചു നിൽക്കാനുള്ള ശക്തി കൊടുക്കട്ടെ. വളരെ നല്ല മനുഷ്യരാണ്. നന്മയുള്ളവർക്കൊക്കെ തന്നെയാണ് ഇങ്ങനെയുള്ള ദുരന്തങ്ങളും സംഭവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഇടങ്ങളിലേക്ക് ഇനിയും ചെല്ലാൻ എനിക്ക് വളരെ ഒരു ബുദ്ധിമുട്ട് തോന്നുകയാണ്. കാരണം അതിനെ നേരിടാനുള്ള ത്രാണി എനിക്കുണ്ടോ എന്നറിയില്ല. പിന്നെ ആ വീഡിയോ ഒന്നും അല്ലാതെ അവസാനിപ്പിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കൺക്ലൂഷൻ പോകുന്ന വഴി എടുക്കുന്നത്.